ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ തനി നാടൻ അടുക്കള. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിരട്ട മണിപ്പുട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അത് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതൊഴിച്ചിട്ട് നമ്മൾ മാവ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിങ്ങനെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മാവ് ഏകദേശം കുഴച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. നമ്മളിതിൽ നിന്നൊരൽപ്പം മാവ് എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ പിഴിയുന്ന ആ പാത്രത്തിലേക്കിട്ട് പിഴിയുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ട്രേയിൽ അല്പം അരിപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പ്രതലം എവിടെയാണ് അവിടത്തേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കുക. അരിപ്പൊടി വിതറി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പിഴിയുന്നത് ഇടേണ്ടത്. അതിൽ ഈ അരിപ്പൊടി നമ്മൾ പൊടിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളിവിടെ പൊടിച്ചിട്ടുള്ളത് 3 കിലോ പച്ചരിയുടെ കൂടെ 1/2 കിലോ ചാക്കരിയും കൂടെ ചേർത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളാണെങ്കിലും ഈ 3 കിലോ പച്ചരിക്ക് 1/2 കിലോ ചാക്കരി എന്ന അനുപാതത്തിൽ ചേർത്തിട്ട് വേണം ചെയ്യാൻ. നമ്മളിങ്ങനെ പിഴിയുന്ന സമയത്ത്, ഇങ്ങനെ പിഴിയുന്നതിൻ്റെ ഒരു ലെയറായി കഴിയുമ്പം അതിൻ്റെ മുകളിൽ നമ്മൾ കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഇത് ഞങ്ങളിവിടെ ഇന്ന് ചെയ്യുന്നത് എന്ത് ഫില്ലിങ്സ് വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഫിഷ്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ സ്വീറ്റ്, അല്ലെ അവൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ മധുരം വെച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളിന്നിവിടെ 3 തരത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഇതിന് ശേഷം പൊടി കുടഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിയും കൂടെ കുടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫില്ലിങ്സ്, ഞങ്ങളിവിടെ 3 ഫില്ലിങ്സാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. ബീഫുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് വെച്ചും തേങ്ങ വെച്ചുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മുടെ ഈ നിലവിലുള്ള ഇത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളത് അടച്ച്, ഞങ്ങളിപ്പോൾ ഇത് ചിരട്ടപ്പുട്ടിൻ്റെ ഇതിൽ ചെയ്യുന്നത്, ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പുട്ടുകുറ്റിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. പുട്ടുകുറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഇതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിരട്ട മണിപ്പുട്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട്, കണ്ടോ, നല്ല ആവി കയറി. ചിരട്ട മണിപ്പുട്ട് ഇതുപോലെ തന്നെ ക്യാരറ്റ് ഫില്ല് ചെയ്ത് നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ക്യാരറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് അടിയിലിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ടോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഫില്ല് ചെയ്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഫില്ല് ചെയ്ത പുട്ടും റെഡി ആയിരിക്കണം. ഇനി നമുക്ക് തേങ്ങ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ 3 ചിരട്ടപ്പുട്ടുകളും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.